ഇനി ആരാണ് എലിജിബിൾ? USA-യിൽ 55 സ്റ്റേറ്റ്സ് ആണുള്ളത്. ആൻഡ് ഓരോ സ്റ്റേറ്റ് വൈസ് ആണ് നമുക്ക് CPയുടെ ലൈസൻസ് കിട്ടാം. അപ്പൊ നിങ്ങൾ എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് ന്യൂയോർക്ക് സ്റ്റേറ്റിന് വേണ്ടിയോ അല്ലെങ്കിൽ കാലിഫോർണിയക്ക് വേണ്ടിയോ അല്ലെങ്കിൽ വാഷിംഗ്ടണിന് വേണ്ടി, അങ്ങനെ ഓരോ സ്റ്റേറ്റിന് വേണ്ടിയാണ് നിങ്ങൾ എഴുതുക. ആൻഡ് അവിടുത്തെ സ്റ്റേറ്റ് അക്കൗണ്ടിംഗ് ബോഡിയാണ് നിങ്ങൾക്ക് ലൈസൻസ് തരിക. പക്ഷേ ലൈസൻസിന്റെ വാല്യൂ എല്ലായിടത്തും സെയിം ആയിരിക്കും. കാലിഫോർണിയയിലെ അക്കൗണ്ടിംഗ് ലൈസൻസ് കിട്ടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ന്യൂയോർക്കിൽ പ്രാക്ടീസ് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. എല്ലായിടത്തും സെയിം ലൈസൻസിന്റെ വാല്യൂ തന്നെയാണുള്ളത്. സോ എവിടെ നിന്ന് എടുത്താലും കുഴപ്പമില്ല. പക്ഷേ ഇന്ത്യൻ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് എഴുതാൻ പറ്റുന്ന കുറച്ച് സ്റ്റേറ്റ്സ് ഉണ്ട്. കാലിഫോർണിയ, അതുപോലെ വാഷിംഗ്ടൺ പോലത്തെ കുറച്ച് സ്റ്റേറ്റ്സ് ഉണ്ട്. സോ ആ സ്റ്റേറ്റുകൾ ചൂസ് ചെയ്ത് എഴുതണമെന്ന് മാത്രം. ചില സ്റ്റേറ്റുകളിൽ നമുക്ക് 120 ക്രെഡിറ്റ്സ് ഉണ്ടെങ്കിൽ തന്നെ എക്സാമിന് ഇരിക്കാം. ചില സ്റ്റേറ്റുകളിൽ 150 ക്രെഡിറ്റ്സ് വേണം. നമ്മൾ സാധാരണ ഒരു ഡിഗ്രിക്ക് ഒരു വർഷം പഠിക്കുമ്പോൾ നമുക്ക് 30 ക്രെഡിറ്റ്സ് ആണ് കിട്ടുക. സോ BCom ആൻഡ് MCom ഉള്ളവർക്ക്, BCom MCom കംപ്ലീറ്റ് ചെയ്തവർക്ക് 150 ക്രെഡിറ്റ്സ് ഉണ്ട്. അവർക്ക് ഡയറക്ട്ലി എക്സാമിന് അപ്ലൈ ചെയ്യാം. അതിനുശേഷം ലൈസൻസിന് അപ്ലൈ ചെയ്യാം. ലൈസൻസിന് അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാവർക്കും 150 ക്രെഡിറ്റ്സ് തന്നെ വേണം. ഓക്കെ, സോ അതാണ് നമ്മൾ ബേസിക്കലി നോക്കേണ്ട എലിജിബിലിറ്റി ക്രൈറ്റീരിയ. ആൻഡ് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ സാധാരണഗതിയിൽ BCom + 1 year of MCom ഓർ ഡിപ്ലോമ അതുള്ളവർക്ക് 120 ക്രെഡിറ്റ്സ് ഉണ്ട്. ദെൻ ദേ ക്യാൻ അപ്പിയർ ഫോർ എക്സാം. ആൻഡ് ലൈസൻസ് എടുക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്താൽ മതി? നമ്മൾ MCom കംപ്ലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അഡീഷണൽ ഡിപ്ലോമ കോഴ്സ് എടുത്ത് ക്രെഡിറ്റ്സ് മീറ്റ് ചെയ്താൽ മതി. BCom വിത്ത് MBA ആണെങ്കിൽ എല്ലാ MBA പറ്റത്തില്ല. MBA ഫിനാൻസ് പോലത്തെ കാര്യങ്ങളാണ് പറ്റുക. സോ MBA ഫിനാൻസ് ആണെങ്കിൽ യു ഗെറ്റ് 150 ക്രെഡിറ്റ്സ് ആൻഡ് ദേ ക്യാൻ ഡയറക്ട്ലി അപ്ലൈ ഫോർ എക്സാം. BCom വിത്ത് CA ഉണ്ട്, ICW ഉണ്ട്, കോസ്റ്റ് അക്കൗണ്ടിംഗ് ഉണ്ട്, CA എക്സിക്യൂട്ടീവ്, ഇതിനൊക്കെ ഇന്റർ പാസ് ആയവരാണെങ്കിൽ then also you get 120 credits, you can appear for exam. ലൈസൻസിങ്ങിന് 150 വേണം. ഇനി BCom with CA completed, ICWA അല്ലെങ്കിൽ CS ആണെങ്കിൽ, കമ്പനി സെക്രട്ടറി ആണെങ്കിൽ you have 150 credits, you can apply for exam, write the exam and pass it. And ഈ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയയെ പറ്റി നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. If you share your mark list and certificates with the PrepQ team, we can help you decide how much credits you have and how you can go forward. Okay. So, and moving on to why you can be here at PrepQ. Okay, PrepQന്റെ കേസിൽ ലൈവ് ഓൺലൈൻ ക്ലാസ് ട്രെയിനിങ് ആണ് തരിക. ഓൺലൈൻ ക്ലാസ്സുകളായിരിക്കും. ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഇനഫ് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ഓഫ്ലൈൻ ക്ലാസ്സുകൾ തുടങ്ങുക. ആൻഡ് വി പ്രൊവൈഡ് 300 hours of CPA. ഓക്കെ, ആൻഡ് വി പ്രൊവൈഡ് സർജൻ CPA ആൻഡ് EA റിവ്യൂ. കാരണം ഒരു അമേരിക്കൻ കോഴ്സ് പഠിക്കുന്നതുകൊണ്ട് തന്നെ യു നീഡ് അമേരിക്കൻ മെറ്റീരിയൽസ്. ആൻഡ് സർജൻ ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് അമേരിക്കൻ റിവ്യൂ പ്രൊവൈഡേഴ്സ് ഔട്ട് ദെയർ. CPA പഠിക്കാൻ വേണ്ടി വൺ ഓഫ് ദ ബെസ്റ്റ് പ്രൊവൈഡേഴ്സ് ആണ് സർജൻ. ആൻഡ് വി പ്രൊവൈഡ് ഫ്രീ ഇവാലുവേഷൻ സപ്പോർട്ട് ഫോർ CPA. കാരണം CPA എലിജിബിലിറ്റി ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഇവാലുവേഷൻ സർവീസ് വേണം. ആ ഒരു ഇവാലുവേഷൻ ഫ്രീ ആയിട്ട് ഞങ്ങൾ ഇത് ചെയ്തു തരും. റഫ് ഇവാലുവേഷൻ നമ്മൾ ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ സ്റ്റുഡൻസിനെ ശരിക്കുള്ള അമേരിക്കൻ ഇവാലുവേഷനിലേക്ക് ഗൈഡ് ചെയ്യുക. ആൻഡ് എക്സാം രജിസ്ട്രേഷന്റെ ഗൈഡൻസും അതുപോലെ തന്നെ ലൈസൻസിന്റെ ഗൈഡൻസും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് വി ഹാവ് 1-on-1 റിവിഷൻ സെഷൻസ്. ഫാക്കൽറ്റീസ് ഓൾമോസ്റ്റ് ഓൾ ദ ടൈം അവൈലബിൾ ആയിരിക്കും. ഹോളിഡേസ് ഒഴിച്ച് അല്ലാത്ത അവൈലബിൾ ആയിരിക്കും. യു ക്യാൻ കോൺടാക്ട് ദ ഫാക്കൽറ്റി ഡയറക്ട്ലി. ആൻഡ് വി പ്രൊവൈഡ് പ്ലേസ്മെന്റ് സപ്പോർട്ട്. എല്ലാ എക്സാമും പാസ്സായി കഴിഞ്ഞവർക്ക് പ്ലേസ്മെന്റ് സപ്പോർട്ടും പ്ലേസ്മെന്റ് അസിസ്റ്റൻസും വി ആർ പ്രൊവൈഡിംഗ് ദർ. ആൻഡ് ഓഫീസ് സ്റ്റാഫിന്റെ പൂർണ്ണമായുള്ള സപ്പോർട്ടും വിൽ ബി ദർ ഫ്രം ദ PrepQ. ആൻഡ് സർജന്റിന്റെ കേസ് ഇപ്പൊ നിങ്ങളെ കുറെ കേൾക്കുന്ന സാധനമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഓക്കെ, നിങ്ങൾ കുറെ ChatGPT പോലത്തെ സാധനങ്ങളെ പറ്റി നിങ്ങൾ കുറെ കേൾക്കുന്നുണ്ട്. സോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്ന ഒരു റിവ്യൂ പ്രൊവൈഡർ ആണ് സർജൻ CPA റിവ്യൂ. നിങ്ങൾ സർജൻ CPA റിവ്യൂ എടുത്തു കഴിഞ്ഞാൽ എന്താണ് കിട്ടുക? അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന വെച്ചാൽ ആരും നിങ്ങളെ കൊണ്ടൊരു 150 ക്വസ്റ്റ്യൻസ് ഈ ആപ്പ് ചെയ്യിക്കും. ഒരു വെബ് പോർട്ടലാണ് ചെയ്യിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലെവൽ അസസ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള സ്റ്റഡി പ്ലാൻ ഇവർ തന്നെ ഉണ്ടാക്കി തരും. ഓക്കെ, ആൻഡ് they will make you do the MCQs, they will make you do task based simulations, and with each correct simulation your score gets improved. So നമുക്ക് റെഡി സ്കോർ എന്ന സാധനമുണ്ട്. നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യും തോറും റെഡി സ്കോർ ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കും. കറക്റ്റ് ആയിട്ട് നമ്മൾ തെറ്റിക്കും തോറും റെഡി സ്കോർ കുറഞ്ഞുകൊണ്ടിരിക്കും. സോ റെഡി സ്കോറിന് ഏകദേശം അടുത്തായിട്ടുള്ള സ്കോർ തന്നെയാണ് മിക്കവാറും എക്സാമിന് കിട്ടാൻ പോകുക. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സർജൻ CPA റിവ്യൂവിൽ 80 മാർക്സ് ഉണ്ടെന്ന് വിചാരിക്കാം. റെഡി സ്കോർ 80 ഉണ്ടെങ്കിൽ ഏകദേശം 82 അല്ലെങ്കിൽ 78 ആ റേഞ്ചിലായിരിക്കും നിങ്ങൾക്ക് ആക്ച്വൽ എക്സാമിന് കിട്ടാൻ പോവുക. അത്രയ്ക്ക് ആക്യുറേറ്റ് ആയിട്ടാണ് സർജന്റിന്റെ കാര്യങ്ങൾ പോവുക. ആൻഡ് ഐ എം എ വെരി ബിഗ് ഫാൻ ഓഫ് സർജൻ. എന്നെ CPA എക്സാം പാസ് ചെയ്യാൻ വേണ്ടി സർജൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഏകദേശം 92% പാസ് റേറ്റ് ഉണ്ട്. ആൻഡ് ഇറ്റ് ബോസ്റ്റ് 50% സ്റ്റഡിന്റെ. കാരണം സർജന്റിന്റെ വീഡിയോസ് എല്ലാം തന്നെ ഇപ്പൊ ഞങ്ങളുടെ ലൈവ് ക്ലാസിന്റെ കൂടാതെ സർജന്റിനകത്തും എക്സ്പ്ലനേറ്ററി വീഡിയോസ് ഉണ്ട്. എവറിത്തിങ് ഈസ് ഷോർട്ട് ആൻഡ് ടു ദി പോയിന്റ്. ഓക്കെ, നമുക്ക് PDF ആയിട്ടുള്ള ടെക്സ്റ്റും കിട്ടും, അതേപോലെ തന്നെ ആക്ച്വൽ ടെക്സ്റ്റ് ബുക്കും കിട്ടും. ആ ടെക്സ്റ്റ് ബുക്കിന്റെ ഒരു ക്രിസ്പ് വേർഷൻ ആണ് അവർ വീഡിയോയിലൂടെ തരിക. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ്സ്. നമുക്ക് നമ്മൾ അമേരിക്കൻ സാധനം പഠിച്ചു വരുമ്പോൾ ആദ്യം കുറച്ച് പുകയായിരിക്കും തരില്ല, എനിക്ക് സംഭവിച്ചാണ്. പക്ഷേ വെൻ യു സിറ്റ് വിത്ത് ഇറ്റ്
ഇറ്റ് ബിക്കംസ് മച്ച് മോർ ഈസിയർ. സർജന്റിന് ഒരുപാട് ആ കാര്യത്തിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം പോയിന്റ്സ് നമുക്ക് വേണ്ട കൺസെപ്റ്റ്സ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സർജന്റിന് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടെ ടെക്സ്റ്റ് അത്യാവശ്യം കോംപ്രഹെൻസീവ് ആണ്, എല്ലാ കാര്യങ്ങളും അവർ കവർ ചെയ്യുന്നുണ്ട്, അപ്ഡേറ്റ്സും കിട്ടുന്നുണ്ടായിരിക്കും. സോ സർജന്റ് ഇസ് എ വെരി നൈസ് അഡീഷണൽ തിങ് ടു ഹാവ് along with PrepQ.